കോവിഡ് വന്നത് നമ്മൾ കുറേ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ടും ശ്രീരാമകൃഷ്ണൻ്റെ സഹായത്തോടും കൂടി 2020 നമ്മൾ ഭൂമി വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. 2020 കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടത്. 2019 അവസാനം അല്ലേ, COVID-19 എന്നാണ് അതിൻ്റെ പേര്. 2019 ഡിസംബറിലാണ് ലോകത്തത് പൊട്ടിപ്പുറപ്പെടുന്നത്. 2020 മാർച്ച് ആയപ്പോഴത്തേക്കും നമ്മളെ നാടൊക്കെ അടച്ചുപൂട്ടി. ആ സമയത്ത് പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കോവിഡ് ആയപ്പോൾ പിന്നെ നമുക്കത് കളക്ഷനൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെ ഭൂമി കിട്ടാനില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. MLA ഒക്കെ കൂടി വന്ന് കണ്ടപ്പോൾ അവിടുന്ന് അവസാനം പാർട്ടി തീരുമാനിച്ചു, നന്നായിട്ടും പാർട്ടിയൊക്കെ തീരുമാനിച്ചു, എന്നോട് ആ യോഗത്തിൽ പോയി പങ്കെടുത്തിട്ട് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. MLA പൈസ തരും, ഭൂമി വാങ്ങണം, എന്ത് വിലയാണെങ്കിലും ഇനി ഒരു തുണ്ട് ഭൂമി അവിടെ കിട്ടാൻ ഇല്ല. അപ്പോൾ ആ ഭൂമി അവസാനത്തെ ഭൂമിയാണ്. ആ ഭൂമി വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിക്കാൻ നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്നിരുന്ന് തീരുമാനിച്ചു വന്നിട്ടാണ് നമ്മൾ ആ ഭൂമി വാങ്ങാൻ തീരുമാനിച്ചത്. ഒരു ദിവസം വൈകുന്നേരത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ 10,000 രൂപ ടോക്കൺ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLAയുടെ ആസ്തി വികസന ഫണ്ട് അവിടെ കൊടുക്കുക. 1 കോടി രൂപ കൊടുത്തു. നമ്മുടെ MLA 1 കോടി രൂപ കൊടുത്തു. നമ്മൾ കൊടുത്തപ്പോൾ ജില്ലാ പഞ്ചായത്തും തന്നു. എന്താ വെച്ചാൽ സ്കൂളുകൾ നിയമപ്രകാരം ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് ആരാ കാശ് കൊടുക്കുന്നത്? ജില്ലാ പഞ്ചായത്തിന് തനത് വരുമാനം ഉണ്ടോ? ഇല്ല. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ തന്നത്. ബാക്കി 1 കോടി ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് സർക്കാരിൻ്റെ നിയമപ്രകാരം 2 കോടിയാണ് ഭൂമിയുടെ വില. ആ 2 കോടി രൂപ സർക്കാർ ഫണ്ട്. നമുക്കറിയാം, സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നാട്ടിൽ ഭൂമി കിട്ടില്ല എന്ന്. കിട്ടുമോ? ഇല്ല. നാട്ടിൽ മാർക്കറ്റ് വാല്യൂ സർക്കാർ നിശ്ചയിക്കുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ സർക്കാർ നമുക്ക് വലിയ വില നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അത് 2 കോടി രൂപ നിശ്ചയിച്ച് തന്നു. ആ 2 കോടി രൂപ നമ്മൾ കൊടുത്തു. 1 ഏക്കറയ്ക്ക് 1 കോടി രൂപ നമ്മൾ നാട്ടുകാരിൽ നിന്ന്. അപ്പോൾ അത് നമ്മുടെ കൺമുമ്പിലുണ്ടായ ഒരു വികസനമാണ്. ഞാൻ പറഞ്ഞില്ലേ, പുറത്തുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന വീട്ടിലെല്ലാ ആളുകളും ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയല്ലേ. ആശുപത്രി പഴയ പോലെയാണോ ആശുപത്രികൾ? നിങ്ങളൊക്കെ ഏത് ആശുപത്രിയിലാണ് പോവാറ്? നിങ്ങളൊന്ന് പറയും. എനിക്ക് പോണല്ലേ ശീലേ. നിങ്ങളൊക്കെ ഏത് ആശുപത്രിയിലാണ് പോവാറ്? മാറഞ്ചേരി. പഴയ പോലെയാണോ മാറഞ്ചേരി ആശുപത്രി? ഇപ്പോൾ ഇല്ലേ? ഇപ്പോൾ പോയാലും ഡോക്ടർ ഉണ്ടാവും അവിടെ അല്ലേ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച വരെ ഉണ്ടാവുള്ളൂ. ബാക്കി ആഴ്ചയിൽ 5 ദിവസവും 6 മണി വരെ എപ്പോൾ പോയാലും ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ മാത്രമാണോ? മരുന്ന് തട്ടാം, ഡ്രിപ്പ് ഇടാം, എന്താ പറയുക, ലാബ് പോവാം. 4 മണി വരെ ലാബ്. 3 മണി കഴിഞ്ഞാൽ പിന്നെ അത് ടെസ്റ്റും കാര്യങ്ങളാണ്. 3 മണി വരെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ ആ ലാബിൽ എന്തൊക്കെ പരിശോധന ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ രാജ ക്ലിനിക്കിൽ പോയി ചെയ്യുന്ന എല്ലാ പരിശോധനയും ഇന്ന് നമ്മളെ മാറഞ്ചേരി ആശുപത്രിയിലെ ലാബിൽ. പണ്ട് അതിലൊരു ലാബ് ഉണ്ടായിരുന്നു, ഞാൻ പോലും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറേ കാലം പഞ്ചായത്തിൽ പ്രസിഡന്റ്, ഞങ്ങൾ ബ്ലോക്കിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ പുതിയ ലാബ് വന്നത്. പഞ്ചായത്തിൽ പ്രസിഡന്റ് ആകുമ്പോൾ അല്ലേ ഒരു ലാബ് ടെക്നീഷ്യനും ഇല്ല. ഒരു മുറി, ആ മൂലയിലൊരു മുറി ഉണ്ടായിരുന്നു. കുറച്ച് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത്. ഇപ്പോൾ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി. ആ പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള പൈസ ആരാ തന്ന്? സംസ്ഥാന ഗവൺമെൻറ്റാണ്. 65 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കെട്ടിടവും ഈ ഹെൽത്ത് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ മേഖലയ്ക്ക് മാത്രം ചെലവഴിക്കേണ്ട ഒരു തുക ഉണ്ട്. ആ തുക ഉപയോഗിച്ചുകൊണ്ട് ആധുനിക എക്യുപ്മെൻറ്റ്സ് ആണ് ആ ലാബിനകത്ത് ഉള്ളത്. അങ്ങനെയാണ് ആ ലാബ് ഉണ്ടായത്. ഒരു പുറത്ത് പോയാൽ ഒരു 2,000-2,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് 500 രൂപയുടെ താഴെ എല്ലാം. ഫാറ്റി ലിവർ നോക്കുന്ന അല്ലേ, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, തൈറോയിഡ്, കൊളസ്ട്രോള്, മറ്റേ ഷുഗർ, ഫാസ്റ്റിങ്ങും. 8 മണിക്ക് ലാബ് തുറക്കും. ഫാസ്റ്റിങ് നോക്കാനാണ് 8 മണിക്ക് ലാബ് തുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതൊക്കെ ഇവിടെ ചെയ്യും. ഇവിടെ ചെയ്യാൻ പറ്റാത്ത ചില ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ D പോലെയുള്ള ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങളെ സാമ്പിൾ അവിടെ എടുക്കും. ആ സാമ്പിൾ എടുത്തിട്ട് ജില്ലയിൽ ഹബ്ബ് ലാബ് ആയിട്ടാണ് ലാബിലേക്ക് കൊടുത്തയക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലേ വൈറ്റമിൻ D ഒന്നും അപ്പം കിട്ടിയില്ലെങ്കിൽ ചാവണ കേസല്ല അല്ലല്ലോ. ECG എടുക്കുന്ന പോലത്തെ ഏർപ്പാടല്ല. വൈറ്റമിൻ D ഒക്കെ നമുക്ക് 4 ദിവസം കഴിഞ്ഞ് കിട്ടിയാലും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ നമ്മളവിടെ പോയാൽ 4-5 ദിവസം കഴിഞ്ഞാൽ നമുക്ക്, നിങ്ങൾ പുറത്ത് ചെയ്യാൻ പോയാലോ 800-1000 രൂപ വേണം വൈറ്റമിൻ ഡിക്ക് വേണ്ടേ? പ്രീമിയറിൽ പോയാൽ
ആ 700 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന ഒരാളാണ്, എനിക്കത് കുറച്ച് കുറവുള്ള ഒരാളാണ്. തൈറോയിഡ് നമ്മൾ പുറത്തുനിന്ന് ഈ തൈറോയിഡും വൈറ്റമിൻ ഡിയും കൂടി ടെസ്റ്റ് ചെയ്യാൻ പോയാൽ 1500 രൂപ ഉറപ്പാണ് ഇല്ലേ? രണ്ടും കൂടിയിട്ട് 1500 രൂപയില്ലേ? തൈറോയിഡിൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്യണം, വെറും തൈറോയിഡ് നോക്കല്ല. തൈറോയിഡിൻ്റെ 4 ഫങ്ഷൻ ഉണ്ട്, അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്ന ലിവറിൻ്റെ ഫങ്ഷൻ നമ്മളൊന്ന് പറഞ്ഞാൽ മതി ഡോക്ടറോട്. ഡോക്ടർ എനിക്കിതൊന്ന് നോക്കണം, നിങ്ങളൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഴുതി തരും. ധരിക്കുമ്പോഴാണ് 86 പോസ്റ്റുകൾ ഒറ്റയടിക്ക് അവിടെ കൊടുന്ന് ആ ആശുപത്രി നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് തുറന്നു തന്നത്. ഇപ്പം എന്ന ആശുപത്രിയിൽ 14.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പുതിയ ഒരു കെട്ടിടവും സൗകര്യവും ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ തീരദേശത്ത്, പൊന്നാനി എന്ന് പറയുന്ന ഈ തീരദേശത്ത് നമ്മളെക്കാൾ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് കടപ്പുറത്തുള്ള മനുഷ്യർ, അല്ലേ? ആവൂലോ സ്വാഭാവികമായിട്ടും. അവർക്ക് ഏറ്റവും സഹായകരമാവുന്ന, നമുക്ക് മാത്രമല്ല, പട്ടാമ്പിയിൽ നിന്നും ചാവക്കാട്ട് നിന്നും തിരൂരിൽ നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും ഒക്കെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കേരളത്തിലെ കായകൽപ്പ അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡുണ്ട്. ആശുപത്രികളുടെ ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യങ്ങൾക്കാണ് അത് കൊടുക്കുക. ഏറ്റവും വൃത്തിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. വൃത്തി വേണം, മാസ്കരണം വേണം, പിന്നെ കുറേ ഘടകങ്ങൾ ആശുപത്രി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കായകൽപ്പ അവാർഡ് തുടർച്ചയായി കിട്ടുന്ന സ്ഥാനത്ത് 1ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഒരു ആശുപത്രിയാണ് നമ്മുടെ പൊന്നാനിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അതിൻ്റെ അപ്പുറത്ത് അതൊരു ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്നപ്പോൾ കോൺഗ്രസ്സുകാരൻ പ്രഖ്യാപിച്ച് നടക്കുക, ഞങ്ങൾ വന്നാൽ സൗജന്യ ഡയാലിസിസ്. ഇത് 10 കൊല്ലമായിട്ട് അവിടെ നടക്കുന്നുണ്ടേ, നമ്മുടെ ആശുപത്രി നടക്കുന്നുണ്ടല്ലോ, എനിക്കറിയാമല്ലോ. ഞാൻ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യത്തിൽ ഡയാലിസിസ് സെൻ്റർ കൊണ്ടുവന്നാണ് പോലും പറയുന്നത്. 2014 ശ്രീരാമകൃഷ്ണൻ തന്ന 3 മെഷീനും വെച്ച് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ആ സാധനം. അതിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരിച്ചകത്ത് ആശുപത്രിയിൽ 9 മെഷീനുകളോടുകൂടി ഒരു ഡയാലിസിസ് സെൻ്റർ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ സംവിധാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് ആരാ? ഇടതുപക്ഷം. നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ 96-ൽ വന്ന ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം. ഈ കുടുംബശ്രീ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കേരളത്തിലെ സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും അന്തസ്സും ഉണ്ടാക്കി. ഇപ്പോൾ വീട്ടിൽ കുറച്ച് സാധനമൊക്കെ ഉള്ളവരായി സ്ത്രീകൾ മാറിയിട്ടുണ്ടേ, ഉണ്ടാ? പണ്ട് എന്താ മാറുന്നത്? ഞാൻ